തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചതായി ദീപ്തി മേരി വർഗീസ് എറണാകുളത്ത് നിന്നും പറയുന്നു. നോമിനേഷൻ ഫിൽ ചെയ്തു കഴിഞ്ഞു. തൃക്കാക്കരയാണ് താൻ ചോദിച്ചതെന്നും മറ്റൊരു ഓപ്ഷനാണ് പാർട്ടി പറഞ്ഞതെന്നുമാണ് ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. ഇതിനൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അവിടുന്ന് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ മറ്റു സംഘടനാ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. അതാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. നോമിനേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് അവിടുന്ന് ഒരു തീരുമാനം വന്നിട്ട് മാത്രമാണ് ഇനിയുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. അല്ല, എനിക്ക് ഇന്നലെ വളരെ ലേറ്റ് നൈറ്റ് ആയിട്ട് ചർച്ചകൾ അങ്ങനെ മുമ്പോട്ട് പോയല്ലോ. ഇനിയിപ്പോ ഇന്ന് രാവിലെ ഇന്നിപ്പോ എന്തെങ്കിലും ഒരു അറിയിപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയിപ്പ് എന്ത് തന്നെ ആയാലും പ്രവർത്തനം ശക്തമായി തന്നെ ഉണ്ടാകും. കൊച്ചി ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, രണ്ട് പേരുകളാണുള്ളത്. അത് മുഹമ്മദ് ഷിയാസും ഒപ്പം ദീപ്തി മേരി വർഗീസുമാണ് കൊച്ചിക്ക് വേണ്ടി. അതിൽ മുഹമ്മദ് ഷിയാസിന് വേണ്ടി വി ഡി സതീശൻ ആ സീറ്റ് ഉറപ്പിച്ചു എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ ഇപ്പോഴും ദീപ്തി മേരി വർഗീസ് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും സാധ്യതകളുണ്ടോ? എന്താണ് കൊച്ചിയെ ചൊല്ലി നടക്കുന്ന രാഷ്ട്രീയം? മുഹമ്മദ് ഷിയാസിന്റെ നീക്കം എന്താണ്? സജിത്ത്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ യു പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ദീപ്തി മേരി വർഗീസിന് കിട്ടിയ ശേഷമാണ് അവർ അത്തരത്തിൽ കൊച്ചിയിൽ ദീപ്തി അല്ലെങ്കിൽ സർവം ദീപ്തം എന്നുള്ള ഒരു ടാഗ്ലൈനോട് കൂടിയിട്ടുള്ള ഫ്ലെക്സുകൾ അടിച്ചിറക്കിയത്. അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം അതിൽ നിന്ന് ലഭിച്ചിരുന്നു. താൻ തൃക്കാക്കരയാണ് ചോദിച്ചിരുന്നത്, പക്ഷേ മറ്റൊരു ഓപ്ഷനാണ് ഉള്ളത് എന്ന് പാർട്ടി പറഞ്ഞിരുന്നു. അങ്ങനെയാണ് കൊച്ചിയിൽ കേന്ദ്രീകരിച്ചത്. ഷിയാസിന്റെ ഫ്ലെക്സുകളും ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രതികരണമാണ് ദീപ്തി മേരി വർഗീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സമയം മറ്റ് ഓപ്ഷനുകൾ, അതായത് മറ്റ് പാർട്ടി ഓപ്ഷനുകളോ അല്ലെങ്കിൽ ഓഫറുകളോ തനിക്കില്ല. എന്തായാലും പാർട്ടി എന്ത് പറയുന്നു അതിനനുസരിച്ച് തീരുമാനമുണ്ടാകും. കൊച്ചി തിരിച്ചു പിടിക്കുക എന്ന് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് ദീപ്തി മേരി വർഗീസ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മൾ നേരത്തെ തന്നെ, അതായത് ദീപ്തി മേരി വർഗീസിന് നേരെ നീണ്ട അനീതി, അത് തുടർച്ചയായ അനീതിയാണ് അവർ നേരിടേണ്ടി വരുന്നത് എന്നതിലുള്ള സാഹചര്യം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. ദീപ്തി മേരി വർഗീസ് മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആ സമയത്ത് ഉരുത്തിരിഞ്ഞു വന്നതിനുള്ള പ്രശ്നങ്ങൾ, പടലപ്പിണക്കങ്ങളൊക്കെ നമുക്കറിയാം. അത്തരം സാഹചര്യങ്ങളൊക്കെ ഇതിനകത്തും വീണ്ടും വരികയാണോ, അല്ലെങ്കിൽ ദീപ്തിയുടെ നേരെ അനീതി തന്നെയാണോ വീണ്ടും ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത്. പ്രത്യേകിച്ചും ആ സമയത്ത് ദീപ്തിയെ അനുനയിപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ദീപ്തിക്ക് സീറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ദീപ്തിയെ അനുനയിപ്പിച്ചത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് നിർണയം വരുമ്പോൾ തൃക്കാക്കര അവർ